ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമീപ വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും നൂതനമായ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിലൊന്നായി ഒപ്പോ വളർന്നു. അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ടെക്നോളജി, 10x സൂം ക്യാമറ എന്നിങ്ങനെ നിരവധി പുതിയ സാങ്കേതിക വിദ്യകൾ കമ്പനി ഈ വർഷം പ്രദർശിപ്പിക്കുന്നു. ഈ ആഴ്ച ഒപ്പോ brayan shen എന്ന ഒരു പുതിയ ഫുൾ ഡിസ്പ്ലേ 2.0 സ്ക്രീൻ സാങ്കേതിക വിദ്യയുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഫോൺ പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഉയർന്ന സ്ക്രീൻ ടു ബോഡി റേഷ്യോ നൽകുന്നതിനായി വശങ്ങളിൽ അങ്ങേയറ്റം വളഞ്ഞ ഇരട്ട എഡ്ജ് ഡിസ്പ്ലേയിലാണ് ഈ പുതിയ ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടിപ്സ്റ്റർ ഐസ് യൂണിവേഴ്സ് ഈ പുതിയ ഡിസ്പ്ലേ സാങ്കേതികവിദ്യയെക്കുറിച്ചുള്ള ചിത്രങ്ങളും ചില വിശദാംശങ്ങളും ഒപ്പോ ട്വീറ്റ് ചെയ്തു. ഒപ്പോ വാട്ടർഫോൾ സ്ക്രീൻ എന്നും വിളിക്കുന്ന ഫുൾ ഡിസ്പ്ലേ 2.0 സ്ക്രീനിൻ്റെ ഇടതും വലതും 88 ഡിഗ്രിയിൽ വളഞ്ഞാണ് വരുന്നത്. സ്ക്രീനിൻ്റെ അരികുകൾ ആഴത്തിലുള്ള വളവുകൾ നൽകുന്നതിനാൽ ബെസലുകൾ മിക്കവാറും കാണുവാൻ സാധ്യതയില്ല. മുകളിലും താഴെയുമുള്ള ബെസലുകളും നോച്ച് അല്ലെങ്കിൽ ഹോൾ പഞ്ച് കട്ടൗട്ടും ഇല്ലാതെ വളരെ നേർത്തതായി കാണപ്പെടുന്നു. ഇതിനർത്ഥം ഫോൺ ഏകദേശം 100% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. ഒപ്പോയുടെ ഫൈൻഡ് എക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രോട്ടോടൈപ്പ് ഫോൺ മൂർച്ചയുള്ള കോണുകളും ചതുരാകൃതിയിലുള്ള ആകൃതിയും നൽകുന്നു. മോട്ടോറോള വൺ വിഷൻ, സോണി എക്സ്പീരിയ 1 എന്നിവ പോലുള്ള 21:9 വീക്ഷണാനുപാതം ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്നു. അരികിലെ വക്രതയും കൂടുതൽ വ്യക്തമാണ്. സാംസങ്ങും ഹുവാവേയും അവരുടെ മുൻനിര ഫോണുകളിലും OnePlus 7 Proയിലും വാഗ്ദാനം ചെയ്യുന്നതിനെ അപേക്ഷിച്ച് കൂടുതൽ ആഴമുണ്ട്. ഫ്രെയിമിൻ്റെ വശത്ത് ഫിസിക്കൽ ബട്ടണുകളൊന്നും കാണപ്പെടുന്നില്ല. പ്രോട്ടോടൈപ്പ് ഫോണിന് ദൃശ്യമായ രീതിയിൽ മുൻ ക്യാമറയും ഇല്ല. അണ്ടർ ഡിസ്പ്ലേ ക്യാമറ സാങ്കേതികവിദ്യ ഉപയോഗിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. സെൽഫി ക്യാമറ ഡിസ്പ്ലേയുടെ മുകൾ ഭാഗത്ത് മറഞ്ഞിരിക്കും. കൂടാതെ മുൻ ക്യാമറ മോഡ് ആവശ്യമുള്ളപ്പോൾ മാത്രം ദൃശ്യമാകും. ഫുൾ ഡിസ്പ്ലേ 2.0 അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയുമുള്ള ഒപ്പോ ഫോൺ പ്രോട്ടോടൈപ്പ് 2020 വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സ്ക്രീൻ സാങ്കേതികവിദ്യ ഈ വർഷം ഹുവാവേ മേറ്റ് 30 Pro, വിവോ നെക്സ് 3 എന്നിവയിൽ പ്രദർശിപ്പിക്കുമെന്നും ടിപ്സ്റ്റർ ട്വിറ്ററിൽ പറഞ്ഞു. ഒപ്പോ ഫൈൻഡ് എക്സ് 2, xiaomi ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നിവ അടുത്ത വർഷം മുതൽ ഈ ഡിസ്പ്ലേ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ ടെക്നോളജി വീഡിയോകളും പുതിയ വാഹനങ്ങളുടെ വാർത്തകളുമൊക്കെ അറിയുന്നതിനായി ടോക്കി ടെക് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.